ഹലോ ഹായ് ഓൾ എല്ലാവർക്കും അമ്മൂസ് ഓൾ ഇൻ വൺ എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓച്ചിറ അമ്പലത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഞായറാഴ്ചയായിരുന്നു നമ്മൾ എത്തിയിരുന്നത്. രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് നമുക്കൊരു 8:30 ഒരു 8:30 ആയപ്പോഴത്തേക്കും നമുക്ക് അമ്പലത്തിൽ എത്താൻ പറ്റി. ആദ്യം തന്നെ നമ്മൾ ഗണപതി ഭഗവാനെ കൊണ്ട് അവിടെ തൊഴുതിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ കുറേ അധികം ആളുകൾ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരും അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. ഞാനും പപ്പയും അമ്മയും മക്കളും അനിയത്തിയും ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇഷ്ടംമാതിരി കടകളായിരുന്നു കേട്ടോ. കണ്ണെടുക്കാനേ തോന്നുന്നില്ല. ഓരോരോ സെയിം കടകൾ തന്നെ, ഓരോ ഐറ്റംസ് സെയിം ആയിട്ട് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അതിന് നിറച്ചങ്ങ് കടകളായിരുന്നു. നമുക്ക് ഏത് വശത്തേക്ക് നോക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പുറ സൈഡും ഇപ്പുറ സൈഡും അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ഭഗവാനെ തൊഴാനാണല്ലോ വന്നത്. അപ്പോൾ അതും നടക്കട്ടെ. അങ്ങനെ നന്ദികേശൻ ഉണ്ടായിരുന്നു വഴിയിൽ. ആദ്യം തന്നെ കയറുന്ന ഭാഗത്തേക്ക് ഓച്ചിറ കാള എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഭഗവാനെ അതിനെ തൊട്ട് തൊഴുതിട്ടാണ് നന്ദികേശൻ എന്നാണ് നമ്മൾ പറയല്ലേ. അപ്പം അങ്ങനെ അവിടെ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പ്രധാന നേർച്ചകളെന്ന് പറഞ്ഞാൽ ഈ കൈകാല് അങ്ങനെ നമ്മുടെ ഓരോ അസുഖങ്ങൾക്കും അങ്ങനെയുള്ള ഓരോ രൂപങ്ങളൊക്കെ വയ്യായികയൊക്കെ വരുമ്പോഴത്തേക്ക് നേർച്ച നേരുന്നുണ്ട്. അങ്ങനെ നമ്മളും കുറച്ച് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടെന്ന് വെച്ചാൽ പിന്നെ അവിടെ നമുക്ക് ധാരയുണ്ട്, ഭഗവാന് ധാര നടത്താറുണ്ട്. പിന്നെ അവിടുത്തെ അമ്പലത്തിൽ കുളമാണ്. കുളം നിറയെ അങ്ങ് പൂക്കളായിരുന്നെങ്കിലും പക്ഷേ കുളം നല്ല അങ്ങ് അഴുക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അടുത്ത ഭാഗത്തേക്ക് പോവുമായിരുന്നു. ഭഗവാന്റെ ശിരസ് ഒരു ഭാഗത്തും കാൽപാദം അങ്ങനെയാണ് അവിടെ സങ്കല്പിക്കുന്നത്. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് മരത്തിൽ ചക്ക കിടക്കുന്നുണ്ട്, നല്ല കുഞ്ഞു മരത്തിൽ, കുഞ്ഞ് പ്ലാവിൽ. അങ്ങനെ പപ്പ പോയി അതൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. പിന്നെ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കടകളുണ്ട്. എല്ലാ കടകളിൽ നിന്നും മാടി വിളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തൊഴുതിട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഒരു കടയിലും കയറിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നീട് അപ്പുറത്തെ ഒരു ഭാഗത്തായിട്ട് അവിടെയും നമ്മൾ ഈ ഒരു മരത്തിനെയും ആൽമരത്തിനെയൊക്കെ ചുറ്റി വലം വെച്ച് തൊഴാറുണ്ട്. അവിടെയും സർപ്പദേവങ്ങളും ഒക്കെയാണ്. പിന്നെ ചുറ്റിനും ഒരു കാടാണ്. പക്ഷെ നല്ല ഭംഗിയാണ്. അവിടെ ഒരു തണൽ അറ്റ്മോസ്ഫിയറാണ്. അവിടെ എല്ലാം നല്ല തണൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് കുറേ നേരം ഇരിക്കാനൊക്കെ പറ്റും അവിടെ. പിന്നെ പിള്ളേർ അല്ലൂസും ആരൂസും തമ്മിൽ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ആരൂസിൻ്റെ ആസ് യൂഷ്വൽ മണ്ണെല്ലാം പറക്കി എടുക്കുന്നുണ്ട്, ഇലകളെല്ലാം പറക്കിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ നമ്മൾ കുറേ നേരം നിന്നു. പിന്നീട് നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ പിന്നെ കടകളിലൊക്കെ ഒന്ന് കണ്ണോടിച്ചു, പലതിൻ്റെ വിലകളൊക്കെ ചോദിച്ചു, പല സാധനങ്ങളും മേടിച്ചു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ അവിടെ പ്രധാന ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ പാർക്കായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ ഒരു പാർക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ പാർക്ക് കാണുന്നത്. നേരത്തേക്ക് വന്നിരുന്ന സമയത്ത് പാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ പാർക്കിൽ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് പാർക്കിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറേ വാക്കിംഗ് ഏരിയ, നടക്കാനുള്ള കുറേ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ഇരിക്കാനായിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാനുള്ള ചെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിലൊക്കെ ഇരുന്നു വാവയുടെയും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ എന്നെ മാടി വിളിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, കമ്മലുകൾ കേട്ടോ. കമ്മലുകൾ എൻ്റെ വീക്ക്നെസ്സാണ്. എവിടെ പോയാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്മൽ മേടിച്ചിരിക്കും. അങ്ങനെ ഈ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്മൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ സദ്യാലയത്തിൽ നമുക്ക് എപ്പോഴും കഞ്ഞിയൊക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ വന്ന് ക്യൂവിലൊക്കെ നിന്നിട്ട് കഞ്ഞി കുടിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു സദ്യാലയമാണ്. പിന്നെ ഇതുപോലെ പ്ലേറ്റിൽ ചൂട് കഞ്ഞി ഇങ്ങനെ ഒഴിച്ച് വെക്കും, നമ്മൾ ക്യൂ നിന്ന് എടുക്കണം. പിന്നെ കറിയായിട്ട് മുതിരയാണ്. അപ്പം നമ്മളെല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ അമ്പലത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അന്നദാന വഞ്ചിയിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന ഒരു സംഭാവന കൊടുക്കണം കേട്ടോ. കാര്യം വിശന്ന് വരുന്നവൻ്റെ വിശപ്പ് അടക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അവിടെ ഭിക്ഷ യാചിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്കത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ. അത് പിന്നെ ഞങ്ങൾ ഈ കടകളെല്ലാം ഒന്നും ഓടിച്ച് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കടകളെല്ലാം നല്ല ഭംഗിയാണ്. എല്ലാം വാരി എടുത്തുകൊണ്ട് ഓടിയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലുവയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലൂസിന് അലുവ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ അല്ലൂസിന് അലുവയും ആരൂസിൻ്റെ പൊരിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരൂസ് പൊരിയുടെ ആളാണ് കേട്ടോ. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള വളകളൊക്കെ കണ്ടു, മേടിച്ചില്ല, കണ്ടുകൊണ്ട് ഇനി പോരുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് പൊരിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കോളിഫ്ലവറൊക്കെ വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കുറേ നാരങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നാരങ്ങ മേടിക്കണമെന്ന്, ലാഭമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് നെല്ലിക്ക കൂടെ മേടിക്കാമെന്ന്. അങ്ങനെ നാരങ്ങയും നെല്ലിക്കയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചിങ്ങി പോരുന്നു. അങ്ങനെ കൊല്ലത്തേക്കുള്ള ബസ് പിടിച്ചു. അങ്ങോട്ട് പോയതും ബസ്സിലാണ്, ഇങ്ങോട്ട് വന്നതും ബസ്സിലാണ്. അങ്ങോട്ട് പോയപ്പോൾ തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു ലേറ്റർ.